ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. അത് നമുക്ക് അടുത്ത 2 എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് ആണ് കേട്ടോ. ഒരു എന്താ പറയുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് വന്നപ്പോൾ ഞാനത് പ്രത്യേകിച്ച് അൺബോക്സ് ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചൊന്നുമല്ല. പക്ഷേ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ ഒന്ന് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. ഒരു സൈഡിലോട്ടൊക്കെ ഒരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു അൺബോക്സിങ് ചെയ്ത് എന്തായാലും നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ എടുത്ത് വെക്കണം. കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനമാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആമസോണാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മളൊരു ബലത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊരു അൺബോക്സിംഗ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണെന്നൊരു ഉദ്ദേശത്തിലാണ് ഇന്നത്തെ അത് നമുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജനുവരിയിലൊക്കെ അത്യാവശ്യം കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി. അത് കഴിഞ്ഞ് വേറൊരു കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ഇനി അധികം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ദീർഘിപ്പിക്കുന്നില്ല സംസാരിച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ബോക്സിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഒരു അൺബോക്സിങ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. നല്ല വെയിറ്റ് തോന്നുന്നുണ്ട്. പിന്നെ നല്ല പാക്കിങ്ങുമാണ്. ഇപ്പോൾ പിന്നെ ഞാൻ സാധാരണ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇച്ചിരി റേറ്റ് കൂടിയതൊക്കെ നമ്മൾ നേരിട്ട് ഷോപ്പിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആമസോണിൻ്റെ ഇപ്പോഴത്തെ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നമുക്കിപ്പം ആവശ്യമില്ലാത്തതാണെങ്കിൽ തിരിച്ചയക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലുള്ള ബോക്സുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട്, ഒരു തെളിവിന് വേണ്ടിയിട്ട്. ഒരു ഹാർഡ് ഡിസ്ക് ബോക്സ് ഉണ്ട്. അപ്പോൾ അത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറും ഒക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. 8 TB ഒരു ഹാർഡ് ഡിസ്കാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഓപ്പൺ ചെയ്യാം അല്ലേ. ഇതുകൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം പ്ലാസ്റ്റിക് മാറ്റി, പിന്നെ ഇവിടെ ഒരു സീലുണ്ട്. ആ സീലൂടെ നമുക്ക് പൊട്ടിക്കാം. നമ്മൾ മുമ്പും ഹാർഡ് ഡിസ്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തുമായാലും എവിടുന്ന് ഏത് ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്താൽ ബെറ്ററാണ്. കാരണം നമ്മൾ പിന്നെ അതിനകത്ത് ഇതില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു തെളിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു അൺബോക്സിങ്ങോടൊക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. കൊള്ളാം. ശകലം വലുപ്പം ഉണ്ട്. 8 TB എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലുപ്പം കാണുമല്ലോ. അപ്പോൾ ഇനിയുണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ കൂടെ എന്തൊക്കെയോ എൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അതിൻ്റെ കേബിളും ഒക്കെയാണ്. അപ്പം അത് തന്നെ. ഇതിനൊരു പൗച്ച് കൂടെ അവർക്ക് വെക്കാമായിരുന്നു. എന്തായാലും ഇത്ര റേറ്റൊക്കെ കൊടുത്തെടുത്താണ്. അപ്പോൾ ഒരു പൗച്ച് കൂടെ വെക്കാമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 13 സംതിങ് ആണ്. ഞാൻ EMI ഇട്ടാണ് എടുത്തത്. 3 മാസത്തെ EMI ഇട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നമുക്ക് ചാർജ് ഇതിനകത്ത് നമുക്കിപ്പം നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഹാർഡ് ഡിസ്ക് നേരിട്ട് നമ്മൾ USB വഴി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു USB ഉണ്ട്. USB വഴി നമുക്ക് മൊബൈൽ ചാർജ്. അപ്പോൾ അതിനകത്ത് ചാർജ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പല ടൈപ്പിലുള്ള പ്ലഗുകളാണ്. ഈ ഒരു ടൈപ്പിൽ എല്ലായിടത്തും നമുക്കിപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ടൈപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങളാണ്. ഇവിടെ ഇത് നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പിലുള്ള പ്ലഗുകളാണിത്.
അപ്പോൾ അതേതായാലും അത് നന്നായിട്ടുണ്ട്. കാരണം ഇത് ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നതാണ്. പലയിടത്തും ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇതിനനുസരിച്ച് പിന്നെ എക്സ്റ്റൻഷൻ ബോക്സ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും. ഇതെന്തായാലും അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അതേതായാലും നന്നായിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. USB 2 പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്ലഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീഗേറ്റിൻ്റെ 8 TB ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇതിനൊരു പൗച്ചൂടൊക്കെ വെക്കായിരുന്നു. ഇത്രയൊക്കെ നമ്മൾ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവർക്ക് ഇതിനൊരു പൗച്ചൂടെ വെക്കാം. നമ്മളിനി എക്സ്ട്രാ വാങ്ങിക്കണം. കാരണം ഇതിന് മേളിലൊക്കെ സ്ക്രാച്ച് ആവാതിരിക്കാൻ ഒരു പൗച്ചൂടെ നമുക്ക് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാർഡ് ഡിസ്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഹാർഡ് ഡിസ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാര്യം ആവശ്യക്കാർ മാത്രം വാങ്ങിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ഹാർഡ് ഡിസ്കിനോട് ഒരു താല്പര്യം തോന്നണമെന്നോ ഇഷ്ടപ്പെടണമെന്നോ ഇല്ല. പക്ഷെ നമ്മൾ ഈ ലൈവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ലൈവും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിക്കകത്തേക്ക് സിസ്റ്റം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സിസ്റ്റം സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഒന്നിച്ചൊന്ന് മാറ്റിയിട്ട് വേണം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ലൈവിന് വേണ്ടിയിട്ടൊക്കെ സിസ്റ്റം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഹാർഡ് ഡിസ്ക് എടുത്തത്. അപ്പോൾ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊന്നും മുതിരുന്നില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച്. നമുക്ക് ആവശ്യമുള്ള ഐറ്റങ്ങൾ വാങ്ങിച്ച സമയത്ത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാനോ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാനോ ഒക്കെ എപ്പോഴും നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്ത സമയത്ത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു 8 TB ഒരു ഹാർഡ് ഡിസ്ക് ഒക്കെ വാങ്ങിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. എല്ലാവർക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ദിവസം മുതൽ നല്ല വീഡിയോസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരാനിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി. പുരാവസ്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ കുറച്ച് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇത് തുറന്നാൽ നമ്മുടെ യൂട്യൂബ് തുറന്നാലേ ചെറിയ യൂട്യൂബേഴ്സ് മുതൽ ഞാൻ ഉൾപ്പെടെ ചെറിയ യൂട്യൂബേഴ്സ് തുടങ്ങി വലിയ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. എല്ലാവരും പറയുന്ന സംഗതിയാണ്. എന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ചാനലാണ്. ഇതുവരെയും സമയം പോകാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഐറ്റങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടത് നിങ്ങളിലേക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ എന്താ പറയുന്നത് ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. സേതു.